പലപ്പോഴും വാഴ എന്ന് പറയുമ്പം പാഴായ സാധനത്തിനെയാണ് വാഴ പറയുന്നത്, വാഴ എന്ന് പറയുന്നത്. പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ച് വാഴ നല്ല ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുക. 200 കോടിയും കടന്ന് വാഴ 2 മികച്ച രീതിയിൽ മുന്നേറുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. 4 ചിത്രങ്ങളാണ് 200 കോടി കടന്ന മലയാള സിനിമ. ഒന്ന് മഞ്ഞുമൽ ബോയ്സ്, അതൊരു വൻ വിജയമായിരുന്നു. ഗുണ കേവിൻ്റെ കഥ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് കേരളത്തിലുപരി തമിഴ്നാട്ടിൽ അതൊരു വൻ ആഘോഷമായി മാറി. അങ്ങനെ 200 കടന്ന് 235, 240 കോടിയിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എത്തുന്നു. അതിനുശേഷം 200 കോടി കടക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിപ്പായിരുന്നു. അങ്ങനെയാണ് എമ്പുരാൻ എത്തുന്നത്. എമ്പുരാൻ 200 കോടി കടക്കുന്നു. 2025 വീണ്ടും ഒരു 200 കോടി, അതും ലാലേട്ടൻ്റെ പേരിൽ തന്നെ. തുടരും എന്ന ചിത്രത്തിലൂടെ തരുൺമൂർത്തിയും ലാലേട്ടനും നമ്മളെ അത്ഭുതപ്പെടുത്തി 200 കോടി നേടും. അതും 250 കോടിക്കടുത്ത് കളക്ട് ചെയ്യാൻ പറ്റി. 2025 അതേ വർഷം തന്നെ മൂന്നാമത്തെ 200 കോടി, അതില 300 കോടി ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ നായികയായി വന്ന് നമ്മളെ ഞെട്ടിപ്പിച്ചു. അങ്ങനെ 2025 3 200 കോടി ചിത്രം കിട്ടി. അതിനുശേഷം 2026 ഗംഭീരമായ തുടക്കം. ആട് 2 ഒരു 100 കോടി, വാഴ 2 ഒരു 200 കോടി കടന്ന ചിത്രമായി മലയാള സിനിമ മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ആണെങ്കിൽ സൂപ്പർ നടന്മാർ അഭിനയിക്കണം ഈ 200 കോടിയും 100 കോടിയൊക്കെ കിട്ടാൻ വേണ്ടി. ഇപ്പം അതൊന്നുമല്ല, കഥയ്ക്കാണ് പ്രാധാന്യം. കഥ നല്ലതായാൽ ചിത്രം ഗംഭീരമായി കയറും എന്ന് വാഴ 2 നമ്മളെ കാണിച്ചു തരും. പുതുമുഖ സംവിധായകൻ, പുതുമുഖ നടന്മാർ, അവർ കത്തിക്കുക, തൂക്കി എന്നൊക്കെ പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു. ഇന്നലെയും ഈ ചിത്രം 3,38,00,000 കേരളത്തിൽ മാത്രം കളക്ട് ചെയ്തു. അങ്ങനെ കേരള കളക്ഷൻ 106,38,00,000 ഇന്നലെ ചെന്ന് നിന്നു. ഇന്ന് ഞായറാഴ്ച ദിവസം വമ്പൻ കളക്ഷനാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 4 കോടിക്കടുത്തുള്ള കളക്ഷനാണ് ഞായറാഴ്ചയായ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്നുകൊണ്ട് 101 കോടിയിലേക്ക് കേരളത്തിൽ മാത്രമായി ഈ ചിത്രം കളക്ട് ചെയ്തു. അതും ഒരു റെക്കോർഡാണ്. കേരളത്തിൽ 100 കോടി കടന്ന 3 ചിത്രങ്ങളാണുള്ളത്. ആദ്യത്തെ ചിത്രം ആദ്യമേ തുടരുമായിരുന്നു. പക്ഷേ തുടരും എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര കടക്കുന്നു. അതിനുശേഷം വാഴ 2. വാഴ ഒരുപക്ഷെ തുടരുവിൻ്റെയും ലോക ആയുടെയും കളക്ഷൻ റെക്കോർഡ് തകർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു 130-140 കോടിയിലേക്ക് ഈ ചിത്രം കണക്കും എന്ന് തോന്നുന്നു. ഇനി മാസ് റിലീഫുകൾ ഒരുപക്ഷെ മെയ് 1 കാണത്തുള്ളൂ. നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിച്ച ചിത്രം. അതുവരെ വാഴ ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ സദസ്സിൽ ഓടും എന്ന് ഉറപ്പാണ്. വാഴയെപ്പറ്റി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, 200 കോടി കിടക്കുന്ന ഒരു ചിത്രമായി വാഴ മാറും എന്ന്. അന്ന് എനിക്കത്ര ഉറപ്പൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉറപ്പായിട്ട് വരുന്നു. ഇത് 200 കടന്ന് 250 കോടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ 300 കോടി കടന്നാലും അത്ഭുതപ്പെടാനും. അതുപോലെയാണ് കുടുംബ പ്രേക്ഷകർ ഈ ചിത്രം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. യുവാക്കളും കുടുംബ പ്രേക്ഷകരുമെല്ലാം ഈ ചിത്രം കുറഞ്ഞ കൈയോടെ ഏറ്റുവാങ്ങുന്നു. വാഴ 2 ഒത്തിരി ഭാഗങ്ങളുണ്ട്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ക്ലാഷ് റിലീഫും ഇല്ല എന്നുള്ളതാണ്. ദൃശ്യം 3യും വാഴ 2 തമ്മിൽ ക്ലാഷായിട്ട് റിലീഫ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. ദൃശ്യം മാറ്റിവെക്കും. ഒരുപക്ഷെ അത് ദൃശ്യത്തിൻ്റെ നേട്ടമാകാം, അല്ലെങ്കിൽ വാഴയുടെ നേട്ടമാകാം. ദൃശ്യം 3 കണ്ടതിന് ശേഷമല്ലേ നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുന്നത്. ചിത്രങ്ങളായ പള്ളിച്ചട്ടമ്പി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വേണ്ട പ്രതീക്ഷിച്ച രീതിയിൽ വരാത്തതും വാഴ 2 വലിയ ഗുണമായി. ഏതായാലും വാഴ 2 ജൈത്രയാത്ര തുടരുകയാണ്. പുതിയ സംവിധായകൻ, പുതിയ നടന്മാർ എല്ലാം തകർത്തു വരട്ടെ. വീണ്ടും ഒരു 300 കോടിയിലേക്ക് ചിത്രം എത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്.
മലയാള സിനിമ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ അല്ലേ. കാത്തിരിക്കാം വാഴ 2-ൻ്റെ പുതിയ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഒക്കെ വേണ്ടി. സിനിമാ സംബന്ധമായ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് വരിക. അപ്പം സിനിമയും രാഷ്ട്രീയവും എല്ലാം കൊണ്ടും നമുക്ക് ഒന്നിച്ചു മുന്നേറാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഒക്കെ.